കുഞ്ഞിന് നല്ല പനി. നമ്മൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നതിന് ശേഷം പനി കുറച്ച് കുറഞ്ഞു. എന്നാലും റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും പോകേണ്ട ആവശ്യമുണ്ട്. ഹോസ്പിറ്റലിലെ ക്യൂവിൻ്റെയും പിന്നെ അവിടുത്തെ തിരക്കിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് പോകുന്ന സമയത്ത് ഇനി ഇല്ലാത്ത അസുഖങ്ങളൊക്കെ കുഞ്ഞിന് ഇങ്ങോട്ടും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാം, കുഞ്ഞിന് മാത്രമല്ല പേരൻസ് ആയിട്ടുള്ള നമുക്കും കിട്ടാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ട് കേരളത്തിൽ ആദ്യത്തെ ലോക്കം ഡോക്ടർ ഏജൻസി നിലവിൽ വന്നിട്ടുണ്ട്. അതായത് നോൺ എമർജൻസി ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇനി അതല്ല എങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ടാഗ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു മെസ്സേജ് ചെയ്താലും മതി. നോൺ എമർജൻസി ആയിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷൻ സർവീസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ നോർമൽ റുട്ടീൻ ചെക്കപ്പിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയും ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാൻ സാധിക്കും. പിന്നെ ക്രോണിക് ഡിസീസസ് ഉള്ള ആളുകളുണ്ടല്ലോ, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ആസ്മ അതുപോലെയുള്ള അസുഖങ്ങൾക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാം. ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് ശേഷം ഫോളോ അപ്പ് വേണ്ട പേഷ്യൻസിന്, ഇനി ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന് ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെന്റ് എടുത്ത് അവരെ പോയി കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒക്കെ ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാം. മൈൽഡ് ഡിസീസസ് ഉള്ള കുട്ടികളുണ്ടല്ലോ, അവരെ കൊണ്ട് പേരൻസിന് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൺസൾട്ടേഷൻ എടുക്കാം. ചില പേഷ്യൻസ് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവർ, റുട്ടീനായിട്ട് റിവ്യൂസ് വേണ്ടവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് മാസം മാസം ഡോക്ടർ കൺസൾട്ടേഷൻ ഇതുവഴി സാധിക്കും. കേരളത്തിന്റെ പുറത്ത് ജീവിക്കുന്ന മക്കൾ, അവർക്ക് നാട്ടിൽ പേരൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ അവർക്ക് റുട്ടീൻ ചെക്കപ്പിന്റെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഈ കാണിച്ചേക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലും മതി. ഡോക്ടറിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഡോക്ടറിന്റെ പേര്, എക്സാക്ട് ഡേറ്റ് ആൻഡ് ടൈം ഇതെല്ലാം ഏജൻസി നിങ്ങളെ വിളിച്ച് അറിയിക്കും. ഇങ്ങനെയൊന്ന് നിലവിൽ വരുന്നത് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കണമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്